എല്ലാവർക്കും നമസ്കാരം. ആത്മസാക്ഷാത്കാരം, ആത്മീയ പ്രക്രിയ നാം അടിസ്ഥാനപ്പെടുത്തുന്നത് ഈ ഒരു ജീവന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നാം ഒരു കഥകളിലൂടെ കടന്നുപോയാൽ നമുക്ക് കുറച്ചുകൂടും മനോതലത്തില് ആത്മീയതയുടെ അടിസ്ഥാന ഉദ്ദേശത്തെ മനസ്സിലാക്കാൻ പറ്റും. ഒരു കുഞ്ഞുമകൻ, ഒരമ്മ, ഒരു 10-12 വയസ്സുള്ള ഒരു കുഞ്ഞ്, അവൻ്റെ അമ്മ അവനോട് പറയുന്നു, മോനെ, നീ ഇത്ര നേരം പഠിച്ചിട്ട് നീ ഇത്ര നേരം കളിക്കാൻ പൊക്കോളൂ എന്ന്. അപ്പം ആ കുഞ്ഞുമകൻ പഠിക്കാതെ വന്ന് അമ്മയോട് പറയുന്നു, അമ്മേ, ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന്. അപ്പൊ പഠിക്കാൻ പറയാനുള്ള ഉത്തരവാദിത്തം അമ്മയുടെ വശത്തുമുണ്ട്, പഠിക്കാതിരിക്കാനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം ആ കുഞ്ഞിന്റെ വശത്തുമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമുക്കൊരു ചില തിരിച്ചറിവിലൂടെ, ഇപ്പൊ ആ അമ്മയ്ക്ക് ഒരു 10, 38 അല്ലെ 40 വയസ്സുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് മനസ്സിലാക്കാം, ആ അമ്മയുടെ പ്രായമാകുമ്പോൾ മകൻ എത്തുമ്പോഴത്തേനെ ആ മകനും കുറച്ച് തിരിച്ചറിവൊക്കെ എത്തും. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഈ മായയുടെ ചില ഇതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഈശ്വരീയ ബോധം തന്നെ വന്നു ചേരും. ഒരു പ്രായം എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെയാണ്, ജന്മജന്മാന്തരത്തിന്റെ അനുഭവത്തിലൂടെയാണ് നമുക്കത് കടന്നു വരുന്നത്. ആരാണ് ഈശ്വരൻ എന്ന് ചോദിക്കുന്ന ഉത്തരം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ്. ഈശ്വരൻ എന്ന് പറയുന്നൊരു ശക്തി ഉള്ളതാണ്. അതൊരിക്കലും നമുക്ക് നമ്മുടെ വേണ്ട കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു തരുന്ന ഒരാളായി നമ്മൾ ഒരിക്കലും കാണരുത്. അതിനൊരു ബോധമുണ്ട്. നമ്മൾ എന്തിനാണ് ആത്മീയതയിലേക്ക് ഇറങ്ങുന്നത്? ഒരു വ്യക്തി കാട്ടിൽ അകപ്പെട്ടു പോയിരിക്കുന്നു, അയാൾ ദിശയില്ലാതെ എങ്ങോട്ടേക്കോ അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു അകപ്പെടലാണത്. അതേപോലെയാണ് മനുഷ്യ ജീവിതം. നമ്മൾ അകപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ആയിട്ടുള്ള എല്ലാ സൗകര്യമുള്ള ഈ ഇന്നത്തെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ എവിടാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. നാം ഓരോ നിമിഷം ജീവിക്കുന്നതും എന്തിനാണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഉദ്ദേശം എന്താണ്? സന്തോഷമാണ്. എന്നാൽ നമ്മുടെ ജീവനെ, ആത്മീയതയെ നമ്മൾ വിളിക്കുന്നത് പരമാനന്ദവും എന്നാണ്. മോശപ്രാപ്തിയെ നമ്മൾ വിളിക്കുന്നത് ആനന്ദവും എന്നാണ്. അപ്പം മനസ്സിന്റെ ഒരു സുഖം ഉണ്ട്. അതെപ്പോഴും നമുക്ക് എന്തെങ്കിലും ടൂൾസ് വേണം. പഞ്ചേന്ദ്രിയങ്ങളും ഉണ്ട്. ടൂൾസ് എന്ന് ഉപയോഗിക്കുമ്പം സ്നേഹം വേണം, പണം വേണം, അതേപോലെ തന്നെ വ്യക്തികൾ വേണം, എല്ലാം നമുക്ക് ആവശ്യമാണ്. അതും വേണ്ടതാണ്, അതും ജീവിതത്തിന്റെ ഭാഗവത്താണ്. എന്നാൽ ജീവന് വേറൊരു വശവുമുണ്ട്, വേറെ ഡയമെൻഷൻ ഉണ്ട്. അതിനെ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കും, കോൺഷ്യസ്നെസ് എന്ന് വിളിക്കും. അവിടെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് പ്രത്യേകിച്ച് പുറമേ നിന്നൊന്നും എടുത്തിട്ട് സൃഷ്ടിക്കേണ്ടി വരുന്നില്ല. നമ്മൾ തന്നെ ഒരു ഫ്രീഡത്തിലായിരിക്കും. ആ സ്വതന്ത്രതയാണ് നമ്മൾ വിളിക്കുന്നത് സ്പിരിച്വാലിറ്റി എന്നൊക്കെ. നമ്മൾ ശിവനെ അറിയുകയെന്നാണ് പറയുന്നത്. പണ്ട് ഋഷിമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, ശിവനെ എന്താണ് അർത്ഥമാക്കുന്നത്? അദ്ദേഹം സ്വയം ഭൂവാന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അച്ഛനുമില്ല, അമ്മയില്ല. അദ്ദേഹം എവിടുന്ന് വന്നെന്നൊരു ഇതുമില്ല. അദ്ദേഹത്തെ മൃത്യുഞ്ജയ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ജനന മരണങ്ങളില്ല. അപ്പം ശിവനാണ് നമ്മുടെ അടിസ്ഥാനം, ഈ ഊർജത്തിന്റെ. അതിനെ നമുക്ക് എനർജിയായി കാണാം, കോസ്മിക് എനർജി ആയിട്ട് നമുക്ക് വിശേഷിപ്പിക്കാം. അതിന്റെ പൂർണ്ണത്വം എന്താണെന്ന് ചോദിച്ചാൽ അത് ശൂന്യതയാണ്. സ്വതന്ത്രമായുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ്സും കോൺഷ്യസ്നെസ്സുമാണത്. ആ തിരിച്ചറിവാണ് നമ്മളിലേക്ക് സാധ്യമാകുന്നത്. എന്നാൽ അതൊരു ഞാൻ പറയുന്ന പോലെ തിയറിയാൽ സാധ്യമാകുന്നതാണ്. അതല്ല. ചിലവരുടെ മുജ്ജന്മ
സാധനയാൽ അവർക്ക് ജീവിതത്തിൽ ആ അനുഗ്രഹം പെട്ടെന്ന് കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ ജീവൻ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെയും കുട്ടിയുടെയും കഥ ഞാൻ ആദ്യം അതിനാണ് പറഞ്ഞത്. അമ്മയ്ക്കൊരു പ്രായമെത്തിയപ്പോൾ അമ്മയ്ക്കറിയാം കുട്ടിയുടെ വിദ്യാഭ്യാസം എത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടിക്ക് അറിയത്തില്ല അത് എന്തുമാത്രം ഉള്ളതാണ്. അപ്പം സൃഷ്ടാവിൻ്റെ പദ്ധതിയിൽ നമുക്കൊരു പ്ലാനുണ്ട്. നമ്മുടെ വശവും ഒരു പദ്ധതിയുണ്ട്. അത് നമ്മുടെ വാസനകർമ്മങ്ങളുടെയും ജീവിത പ്രാരാബ്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അത് നമ്മളിലേക്ക് തുറക്കപ്പെടുന്നത്. അപ്പം നാം ശിവന്റെ ബോധമാണെങ്കിൽ നമ്മൾ എന്താണ് ശിവബോധമായിട്ട് ജനിക്കുമ്പോൾ തന്നെ വരാത്തത്? നാം നോക്കണം, നമ്മൾ ഈ ജീവിതത്തിനെ ഈ ഇരുട്ടിലായി കിടക്കുന്നതിന് അല്ലെ കാട്ടിലകപ്പെട്ട് കിടക്കുന്നതിന് നാം വിളിക്കുന്നത് കാർമികവും എന്നാണ്. കാർമികം ഒരു അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്ക് മാത്രമല്ല. അത് അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓർമ്മകളാണ്. ഓർമ്മകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ ഓർത്തിരുന്ന കുറച്ച് ഓർമ്മകളോ നമ്മുടെ ജീവിതത്തിലുണ്ടായ വിഷമങ്ങളോ മാത്രമല്ല നാം ഓർമ്മകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു കുടുംബത്തിലുള്ള വ്യക്തികളുടെ രൂപ സാമീപ്യം നമ്മളിലുമുണ്ട്. നമ്മുടെ വല്യച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെയോ അമ്മുമ്മയുടെയോ അമ്മയുടെയോ അച്ഛൻ്റെ ഒക്കെ സാമീപ്യം നമ്മളിലുമുണ്ട്. മറ്റുള്ള എല്ലാ സാമീപ്യം നമുക്ക് കാണാത്ത നമ്മുടെ കുടുംബങ്ങളുമായിട്ടുള്ള സാമീപ്യം നമ്മുടെ മുഖത്തിലും നമ്മുടെ ശരീരഘടനയിലും മുഴുവനുമുണ്ട്. അതൊരു ഓർമ്മകളാലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ചാന്ദ്രചക്രന്മാരെന്ന് നമ്മൾ പറയും. ചന്ദ്രന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ജീവിതം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ നിശ്ചിത അളവിലുള്ള ഓർമ്മകൾ നമ്മളെ ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. ആ ബന്ധനം നമ്മൾ എന്ന് മുറിക്കുന്നോ അന്നേ നമുക്ക് ശിവബോധമുള്ളൂ. അപ്പം അത് നമുക്ക് വിചാരണ ചെയ്തോ ശിവ ശിവ രാമ രാമ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിരുന്ന അത് സാധിക്കുമോ? ഇല്ല. അതിന് നമുക്ക് ഇപ്പം നാം കാണുന്ന ഈ ഒരു ശരീരമുണ്ട്. ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ശരീരം കൂടാതെ തന്നെ നമുക്ക് വേറൊരു ശരീരമുണ്ട്. അതിനെ നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കും. നമ്മുടെ ആ ഒരു സെറ്റിൽ ബോഡി നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അപ്പം നമുക്കൊരു ഊർജ ശരീരം ഉണരും. ആ ഊർജ ശരീരം സൃഷ്ടിയുടെ പല വശങ്ങളുമായി, ഈ സൃഷ്ടിക്ക് 112 വശങ്ങളുണ്ട്. ആ 112 വശങ്ങളുടെയും ഈ ഊർജ ശരീരം നമ്മുടെ ഓർമ്മകളെ ശുദ്ധീകരിപ്പിക്കും, പ്യൂരിഫിക്കേഷൻ നടത്തും. ആ പ്യൂരിറ്റിയോട് കൂടിയിട്ട് ഒരു സോള് അതിൻ്റെ സംസാര പത്മത്തിൽ ആ പരമാനന്ദത്തിൽ ആയിത്തീരുകയും ആ തിരിച്ചറിവിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം നാം ആദ്യം മനസ്സിലാക്കേണ്ടത് നാം സാധനയ്ക്ക് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ഒത്തിരി ടെക്നിക്സ് ഒന്നുമില്ല ആധ്യാത്മികതയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഗുരു എന്ന് പറയുന്നത് ഈശ്വരന്റെ അവതാരമാണ്. അത് ശുദ്ധബോധത്തെ അറിഞ്ഞൊരു തിരിച്ചറിവാണ്. അതുമായി ചേരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ആ ഊർജവുമായി ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്വന്തമാക്കാൻ സാധിക്കും. അതൊരു വ്യക്തിയാണ്, അതിനൊരു വ്യക്തിത്വമുണ്ട്. അതിനാൽ നമുക്ക് പലപ്പോഴും അത് സാധ്യമാവില്ല. നമ്മുടെ അഹംഭാവം കുറച്ചുകൂടെ നമ്മളെ അകറ്റും. എന്നാൽ അനുകമ്പയുടെ ഒരു രൂപമാണ് ഗുരു എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു വ്യക്തിത്വമായി അതിനെ കാണരുതെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. നാം സ്നേഹത്താലും സമർപ്പണത്താലും എനിക്ക് ഈശ്വരനെ അറിയാനുള്ള മാർഗമാണ് ഗുരു എന്ന് ഉപയോഗിക്കാൻ നമ്മുടെ ചിന്താബോധം ഉദിക്കുന്ന നിമിഷം തൊട്ട് ഗുരു നമ്മളിലേക്ക് ആ ശക്തി പകർന്ന് നൽകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നാം എല്ലാം ചെയ്യുന്നത് മന്ത്രദീക്ഷ നൽകുന്ന ഒരു പ്രോസസ്സാണ്. ആ മന്ത്രദീക്ഷ നമ്മളിൽ സ്വാധീനിക്കുന്നത് നാം വെറുതെ ഒരു നമഃശിവായ മന്ത്രം ജപിക്കുന്ന പോലല്ല. ഗുരു എന്നർത്ഥമാക്കുമ്പോൾ അതൊരു തന്ത്രയും കൂടിയാണ്, ഒരു താന്ത്രികനാണ്. തന്ത്ര എന്നാൽ അർത്ഥമാക്കുന്നത് ഇത്ര മാത്രമാണ്. നാം ഇപ്പം ഈ പറയുന്ന കാര്യങ്ങൾ നാം നമ്മുടെ മനസ്സിലൂടെ മനസ്സിലാക്കുന്നു. അതേസമയം നാം ഒരു ഊർജത്തിലൂടെ ഒരു കാര്യം പകർന്നു നൽകുകയും അത് നമ്മുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു. നമ്മൾ ഈ സ്കൂളിലൊക്കെ പരീക്ഷ പഠിച്ചു എഴുതുന്ന പോലെ അല്ല അത് ആത്മീയ പരീക്ഷ. നാം നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ഊർജ തലത്തിൽ നമ്മൾ അതിനെ സ്വീകരിക്കുകയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുമാണ് ഗുരു ആദ്യഘട്ടത്തിൽ ദീക്ഷയാൽ കൊടുക്കുന്ന ഒരു ശക്തി. അപ്പൊ നാം ഒരു മന്ത്രം ജപിക്കുമ്പം തന്നെ നമ്മുടെ ഊർജ ശരീരം ഉണരുകയും നമ്മുടെ മനസ്സ് നിശബ്ദം അല്ലെ മനസ്സൊരു ശൂന്യാവസ്ഥയിലേക്ക് എത്തുകയും നമ്മുടെ ഉള്ളിലെ അഹംഭാവം കുറച്ച് കുറഞ്ഞു തുടങ്ങും. അപ്പൊ ഗുരു സമർപ്പണം എത്തും. അവിടെ നാം ചേരുകയാണ് സൃഷ്ടിയുടെ പദ്ധതിയാൽ. ആ ഘട്ടമാണ് ഗുരു നമ്മളിലേക്ക് നൽകുന്നത്. അപ്പം സമർപ്പണം എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം, ഇപ്പം എൻ്റെ അരികിൽ ചോദിക്കും, ഗുരുജി രാജയോഗിയുടെ ദീക്ഷ ഞാൻ എപ്പോഴാണ് എടുക്കേണ്ടത്? പലരും എൻ്റെ അരികിൽ ചോദിക്കാറുണ്ട്.
ഞാൻ പറയും രാജയോഗിയുടെ ദീക്ഷ എൻ്റെ പക്കലല്ല, നിങ്ങളുടെ പക്കലാണ് അതിൻ്റെ സമയം ഇരിക്കുന്നതെന്ന്. അപ്പൊ അവർ കുറെ ചിന്തിക്കും, ഞങ്ങൾ അതിന് അത്രത്തോളമൊക്കെ വിലയിരുത്താനായോ എന്നുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. രാജയോഗിയുടെ ദീക്ഷ ആർക്ക് വേണമെങ്കിലും നൽകാം. പക്ഷെ ഒരു വ്യക്തിബോധത്തിൽ നിന്ന് അതൊരു സാധ്യതയാണെന്ന് മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ അഹംഭാവം പോകുമ്പം, ഗുരുവിനെ ഒരു വ്യക്തിയല്ലാതെ അതിനൊരു സാധ്യതയെ ഉപയോഗിക്കാൻ പറ്റുന്ന സമർപ്പണ ഭാവത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ സൂക്ഷ്മ ശരീരം പൂർണ്ണത്വത്തിലേക്ക് എത്തുള്ളൂ. അതിനാണ് രാജയോഗിയുടെ ദീക്ഷ നൽകി എൻ്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ശക്തി നിങ്ങൾക്ക് പകർന്നു നൽകുന്നത്. ആ സാധ്യതയെ ഉപകരിക്കുന്ന ഒത്തിരിയും പേരുണ്ട്. അവരുടെ ആ സമർപ്പണത്താലാണ് അവരതിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ മോക്ഷപ്രാപ്തി ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഊർജ്ജ ശരീരത്തെ ഉണർത്തിയെടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈ ജന്മചക്രത്തിൽ ഒരു അടിസ്ഥാനമില്ല. ഈ ചക്രത്തിൽ നമ്മൾ കടക്കുമ്പോൾ അതൊരു അനശേഷിയാണ്. ഒരു വ്യക്തി അനശേഷിയിലാകുമ്പോൾ നമ്മൾ ഒന്നും എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. അതേപോലെ നമ്മുടെ ഉത്ബോധത്തെ നാം അറിയുമ്പോൾ നമ്മുടെ ജീവ ഊർജമായി നിൽക്കുന്ന ഈ ഒരു സൂക്ഷ്മ ശരീരത്തിന്റെ ആ ശക്തി അറിയുമ്പോഴേ നാം സൃഷ്ടിയുടെ പരിണാമത്തിന്റെ വശവും ആ തിരിച്ചറിവും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പരിണാമപ്പെടുന്നുള്ളൂ. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എന്തിനാണ് ഊർജ്ജ ശരീരത്തെ ഉണർത്തുന്നത്? നമുക്ക് 6 ചക്രങ്ങളുണ്ട്, 6 പടികളുണ്ട് നമുക്ക് താണ്ടാൻ. നാം മൂലാധാര എന്ന് പറയുന്ന ചക്രത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവിടെ നാം ഒന്നും അറിയുന്നില്ല, നമ്മൾ സർവ്വബന്ധനത്തിലാണ്. നാം സ്വാധിഷ്ഠാനയിൽ തൊട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മണിപ്പൂരേഖയിലെത്തി, അനാഹതയിൽ ആഹാദമില്ലാതെ ഈ ജീവനെ ശുദ്ധീകരിക്കാൻ എത്തി, വിശുദ്ധിയിൽ അതിനെ നമ്മൾ പവിത്രീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന വശത്തിലെത്തി, ആജ്ഞാചക്രത്തിൽ എത്തിയിട്ട് ആജ്ഞയിലൂടെ ഊർജം പൂർണ്ണത്വത്തിൽ എത്തുമ്പോൾ ധ്യാനം കണ്ണു തുറന്നിരുന്നുകൊണ്ടുള്ളതാണ്. ആ അവസ്ഥയിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന്റെ ശക്തി നമ്മളിൽ അത്രയുമേറെ വർദ്ധിപ്പിച്ചിട്ട് നാം അത്തനാടീശ്വര രൂപം പോലെ ഉള്ളിൽ പരമാനന്ദം സൃഷ്ടിച്ചുകൊണ്ട് നാം ആ സൃഷ്ടി ബോധമായി അലിയുകയാണ്. ആ അവസ്ഥയിലേക്ക് നാം കടക്കുമ്പോൾ നമ്മൾ 6 ചക്രങ്ങളും അത്രയും ശ്രേഷ്ഠമായിരിക്കണം. 6 പടികളിൽ നമ്മൾ ശ്രേഷ്ഠത കൈവരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് മോക്ഷപ്രാപ്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരു മനസ്സിന്റെ പ്രവർത്തനമല്ല, നിങ്ങളുടെ ജീവൻ അറിയുന്ന ഒരു ഉയർന്ന തിരിച്ചറിവാണ്. നാം സന്യാസം എന്ന് പറയുമ്പോൾ നാം ഒരിക്കലും അതിനെ നാം കാണുന്നു, അതൊക്കെ വേണോ, അതൊക്കെ വേണ്ടേ. സന്യാസം എന്ന് പറയുന്നതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒറ്റ ഉദ്ദേശം മാത്രമാണ്. ജീവൻ ഈ പടികളെല്ലാം താണ്ടി അതെത്തി നിൽക്കുന്ന ഒരു തിരിച്ചറിവും ഒരു ഊർജവുമുണ്ട്. അതിനെ വീണ്ടും നശിപ്പിക്കാതിരിക്കാനും ജീവന്റെ ഉയർന്നൊരു കാലത്തിനെയും സമയത്തിനെയും മറികടന്നുകൊണ്ട് ജീവൻ പരമാനന്ദത്തിലേക്ക് എത്തിക്കുവാനായുള്ള ജീവന്റെ തന്നെ തിരിച്ചറിവിന്റെയും ആ തുടുപ്പിന്റെയും പുറത്താണ് അത് ചെയ്യുന്നത്. അതൊരു തിരിച്ചറിവാണ്, അതൊരു വികാരമല്ല, ഒരു നിരാശ ബോധ്യമല്ല, അതൊന്നുമല്ല എന്ന് ഞാൻ പറയുന്നത്. ആത്മീയത ഒരിക്കലും ഒരു നിരാശ കൊണ്ടാരും ഇറങ്ങിത്തിരിക്കുന്നതല്ല. അത് ഉള്ളിൽ നിന്നുണ്ടാവുന്ന തിരിച്ചറിവും അതിലൂടുണ്ടാവുന്ന അതിനെ അറിയാനെത്തുന്ന ആ അവസ്ഥയാലുമാണ് ഒരാൾ ആ തലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഒരു അന്വേഷി എത്രത്തോളം ജീവനെ അറിയാനായിട്ടുള്ള പ്രക്രിയയിലേക്ക് എപ്പോഴും ഞാൻ പറയാം, ഇപ്പോഴും സാധ്യതയാണ്. ഗുരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപകരിക്കാം. അത് മുന്നിൽ സാധ്യതയെ നിൽക്കുമ്പോൾ നാം അധികം കഷ്ടപ്പെടണ്ട. നമ്മുടെ മുന്നിൽ തന്നെ ആത്മീയത സർവ്വജ്ഞാനവും ഇരിപ്പമുണ്ട്. നമസ്കാരം.